നമസ്കാരം. പൊറ്റുകി ന്യൂസിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള അംഗം മുറുകുകയാണ്. ഒരു ഭാഗത്ത് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ മറുവശത്ത് കനത്ത വെല്ലുവിളി ഉയർത്തി മുൻ പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപും രംഗത്തുണ്ട്. പെട്ടെന്നൊരു വിജയിയെ പ്രവചിക്കുക അത്ര എളുപ്പമല്ല. ഒട്ടേറെ ഘടകങ്ങൾ പരിഗണിച്ചു വേണം ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ. പക്ഷേ പല സർവേകളും പുറത്തു വരുമ്പോൾ കമല ഹാരിസിനാണ് മുൻതൂക്കം ഏറെ എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അംഗം ഒരു ഭാഗത്ത് മുറുകുമ്പോൾ മറ്റൊരു വാർത്തയാണ് അമേരിക്കയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇസ്രായേൽ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ലാസ് വേഗിലെയും നെവാഡയിലെയും ജൂതമതസ്ഥരോട് സംവദിക്കുന്നതിനിടയിലാണ് ട്രംപ് കമല ഹാരിസിനെതിരെ വിവാദ പ്രസ്താവന നടത്തിയത്. കമല ഹാരിസ് പ്രസിഡന്റ് ആയാൽ ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് തിരികെ പോകാൻ ഇസ്രായേൽ എന്ന മണ്ണുണ്ടാകില്ല. ഇത് നിങ്ങൾ എല്ലാവരോടും പറയണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. താൻ പ്രസിഡന്റ് ആയാൽ ഗാസ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നുള്ള അഭയാർത്ഥികളെ അമേരിക്കയിൽ നിന്ന് കുടിയൊഴിപ്പിക്കും. പ്രതിഷേധത്തിനിടയിൽ സർക്കാർ മുതലുകൾ നശിപ്പിക്കുന്ന ഹമാസ് അനുകൂലികളെ അറസ്റ്റ് ചെയ്യും. ജൂതവിരുദ്ധത പ്രചരിപ്പിക്കുന്ന സർവകലാശാലകൾക്കുള്ള ധനസഹായവും അംഗീകാരവും റദ്ദാക്കുമെന്നും ട്രംപ് പറഞ്ഞു. താൻ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഒക്ടോബർ 7-ന് ഇസ്രായേലിനെ ഹമാസ് ആക്രമിക്കില്ലായിരുന്നു. ഇസ്രായേലിനെ വെറുക്കുന്ന, ജൂതന്മാരെ ഇഷ്ടപ്പെടാത്ത കമല ഹാരിസിന് വോട്ട് ചെയ്യുന്നവരിൽ ജൂതന്മാരുമുണ്ട്. കമല ഹാരിസിന് വോട്ട് ചെയ്താൽ അവരെങ്ങനെയാണ് നിലനിൽക്കാൻ പോകുന്നതെന്നും ട്രംപ് ചോദിച്ചു. ഗാസയിൽ തുടരുന്ന കൊടും ക്രൂരതകൾക്കെതിരെ ഈ വർഷം ആദ്യം അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് നടത്തിയ പ്രസ്താവനകൾക്ക് മറുപടിയുമായി കമല ഹാരിസിന്റെ പ്രചരണ വക്താവ് മോർഗൻ ഫിംഗൽസ്റ്റീൻ രംഗത്തെത്തിയത്. ജൂതരെ എന്നും തരം താഴ്ത്തിയ ചരിത്രമാണ് ട്രംപിനുള്ളത്. ജൂതവിരുദ്ധരുമായി ട്രംപിന് രഹസ്യബന്ധമുണ്ടെന്നും ഫിംഗൽസ്റ്റീൻ വ്യക്തമാക്കി. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളാണ് അമേരിക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ വലിയ പ്രാധാന്യത്തോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നതും.